ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറഞ്ഞത്. ജനുവരി മാസത്തിൽ മകര രാശിക്കാർക്ക് അല്ലെങ്കിൽ മകര കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. 2-ൽ ശനിയും ശുക്രനും, 3-ൽ രാഹുവും, 5-ൽ വ്യാഴവും, 7-ൽ ചൊവ്വയും, 9-ൽ കേതുവും, 11-ൽ ബുധനും, 12-ൽ സൂര്യനാണ്. വളരെ ഗുണകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് മകരക്കൂറുകാർക്കുള്ളത്. ധനധാന്യ വർധനവിന് വളരെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വരുമാന വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് പരമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുവാനുള്ള സാധ്യത, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. PSC പരീക്ഷകളിൽ എഴുതിയിരിക്കുന്നവർക്ക് ഈ മാസം ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തൊഴിലില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടച്ചില മറ്റോ ഉണ്ടെങ്കിൽ, അലോഗ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്നവരും അയവരിഞ്ഞു വരുവാനുള്ള സാധ്യതകളുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം മാറിപ്പോകും എന്നുള്ളത് തന്നെ പറയാം. ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാടിന് നിൽക്കരുത്. ഇപ്പോൾ ഭൂമി വാങ്ങിക്കരുത് എന്ന് തന്നെ പറയാം. പിന്നീട് കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഭൂമി വാങ്ങിച്ചാൽ മതി. ഭൂമി വിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഉദ്ദിഷ്ട വിലയ്ക്ക് പോകില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പരിഹാര മാർഗങ്ങളും മറ്റുള്ളതെല്ലാം ചെയ്ത് ഉടനെ പൈസയ്ക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ കടബാധ്യത മുന്നേ പറ്റുള്ളൂ. ഈ ഭൂമി വിറ്റിട്ടേ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്കും കുറച്ച് പ്രയാസകരമായിട്ടുള്ളതാണ്. കുടുംബത്തിൽ അലോസരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. സഹായഹസ്തങ്ങൾ ഇഷ്ടംമാരും ഉണ്ടാകും. മെറിറ്റ് സംബന്ധമായിട്ടുള്ള പരീക്ഷകളിലും നീറ്റ് സംബന്ധമായിട്ടുള്ള പരീക്ഷകളിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സ്റ്റുഡൻസുകൾക്കും ഗുണാനുഭവങ്ങളാണ്. പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അധ്യാപകന്മാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിൽ ഗുണാനുഭവങ്ങളുണ്ടാവും. അലോപ്പതി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ശ്രേഷ്ഠപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള തൃപ്തിയും ചെയ്യുന്ന പ്രവൃത്തികളിൽ മേൽക്കോയ്മകളും ജനങ്ങളുടെ പിന്തുണയും എല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഇമേജ് കാത്തു സൂക്ഷിക്കുവാനും ധനവർദ്ധനവിനും ധനാധിപത്യം വഹിക്കുന്ന വകുപ്പിലുള്ള ഫൈനാൻസ് സംബന്ധമായിട്ട് വഹിക്കുന്ന എല്ലാവിധ ഫൈനാൻസ്, അക്കൗണ്ട് ഗവൺമെൻറ് മാത്രമല്ല ഫൈനാൻസ്, മൈക്രോ ഫൈനാൻസ് ആയാലും ശരി, ബാങ്ക് ഫൈനാൻസ് ആയാലും ശരി, അതിലുള്ള തന്നെയിടം തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളുണ്ട്. 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ ഓട്ടുന്നവരും മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ഹൈടെക് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരും MTech ഹൈടെക്കും എല്ലാം ചെയ്യുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും വലിയ ഗുണകരമാണ്. അതും പ്രത്യേക മോട്ടോർ സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നവർക്ക് അത് വിജയം കണ്ടെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 7 ശനിയുടെ പോക്കാണ്. അത് കാരണം ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. എന്നിരുന്നാലും ശാസ്താവിൽ നീരാഞ്ജന വഴിപാട് നടത്തുന്നത് വളരെ ഉചിതമാണ് എന്നുള്ളതാണ് കാണുന്നത്. അത് മുടക്കരുത്. 2-3 മാസം കൂടിയുള്ളൂ. അത് ചെയ്തു വരിക. അത് കഴിഞ്ഞു പറഞ്ഞാൽ തലയിലെടുത്തേ മാറാൻ പോവുകയാണ് എന്നുള്ളത് അറിയാമല്ലോ. അത് കാരണം തന്നെ നാശനഷ്ടങ്ങൾ പൊതുവെ വരാതിരിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പടിപ്പടിയായിട്ട് ഉയർച്ച വരുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മറിഞ്ഞു പോയവരെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മങ്ങി കിടക്കുന്നവർ, അഭിനയ രംഗത്ത് നിന്ന് കുറച്ച് പറഞ്ഞിരിക്കുന്നവരെല്ലാം പുറത്ത് വന്ന് ഇരിക്കാനുള്ള സാധ്യത. എൻ്റെ ഏറെ അനുഭവങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട്. ഓരോ നക്ഷത്രത്തിൽ പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം കുറേ മാറി നിന്ന് ഇപ്പോൾ അവരുടെ സമയം തെളിയുന്ന സമയത്ത് അവർ പുറത്ത് വന്ന് പടങ്ങൾ വിജയിക്കുക, അല്ലെങ്കിൽ ആ പടങ്ങളിൽ അഭിനയിക്കുന്ന പടങ്ങളുടെ വിജയ സാധ്യത, പടം വിജയിച്ചു വരിക, അവരുടെ ആക്ട് ക്ലിയർ ആവുക എന്നുള്ളതെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടും മ്യൂസിക് സംബന്ധമായിട്ടും സംഗീത സംവിധാനമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ട് പണിയെടുക്കുന്നവർക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള പണിയെടുക്കും, മൊബൈൽ ഷോപ്പ് വർക്ക് ഇരിക്കുന്നവർക്കും IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ലാഭവർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ പുരോഗമനം വരുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം. മകരരാശിക്കാർക്ക് പുറത്തു വരയ്ക്കും പറയുന്നത് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ ഭാവി ഇവർക്ക് നല്ലപോലെ കാണുന്നുണ്ട്. വരാൻ പോകുന്ന രാഷ്ട്രീയ ഭാവി വളരെ ഗുണകരമായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പുതുമുഖങ്ങൾക്ക് അവസരം തേടി നടന്ന് ഒരുപാട് മടുത്തിട്ടുള്ളവർക്കെല്ലാം ഇപ്പോൾ അടുത്ത് തന്നെ അത് കിട്ടുവാനുള്ള സാധ്യത 2025 അത് തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പറഞ്ഞത് വാക്കാണ്. ഈ വാക്ക് ഫലിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അവർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും എന്നുള്ളതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. മകരരാശി എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി ഭാഗം വൃത്തിയായിരുന്ന ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സത്യമായി ഫലിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് ഉയർച്ചയുണ്ടാകും. പെട്ടെന്നായിരിക്കും ഉയർച്ച ഉണ്ടാവുക. പെട്ടെന്നായിരിക്കും ഉയർച്ചയും പ്രശസ്തി ഉണ്ടാകുക എന്നുള്ളതിനെ പറയുന്നത്. അതിൽ വൻകിട വിജയം കൈവരിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ സ്ഥാനമാന പദവികൾ വളരെ വേഗത്തിൽ കിട്ടുവാനും അവർ എന്നെ വിളിച്ച് വന്ദിക്കുവാനും അതുപോലെ തന്നെ അനുഗ്രഹിക്കുവാനും അതുപോലെ തന്നെ അഭിനന്ദിക്കുവാനും മറക്കില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമി സംബന്ധമായിട്ട് നാലാം വർഷം ഭവന സംബന്ധമായിട്ട്, വാഹന സംബന്ധമായിട്ട്, ക്ഷേത്ര സംബന്ധമായിട്ട്, പുണ്യപ്രവർത്തനങ്ങളായിട്ട്, ക്ഷേത്ര സംരക്ഷണ സംബന്ധമായി ക്ഷേത്ര സംരക്ഷണ സമിതികളിൽ പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡായാലും ട്രസ്റ്റുകളായാലും അതിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത, പേരും പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യത, എല്ലാ ക്ഷയിച്ചു കിടക്കുന്ന അമ്പലങ്ങളെല്ലാം പുനരുദ്ധാരണം ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഈ മകരരാശിക്കാരിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ പങ്കെടുക്കുന്ന അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുത്ത് അവരുടെ മേലിൽ ഭാരമേൽപ്പിക്കാൻ അവർക്ക് പ്രധാന സ്ഥാനമാന പദവികൾ കൊടുത്ത് അവരെ കൊണ്ട് ഉയർത്തി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൊണ്ടും ഉചിതമാണ്. കാരണം വക്കീലന്മാർക്കാണെങ്കിലും അഡ്വക്കേറ്റുകാർക്കാണെങ്കിലും നിയമപാലകന്മാർക്കാണെങ്കിലും പോലീസ് മേധാവികൾക്കാണെങ്കിലും ഭരണകർത്താക്കന്മാർക്കാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ജനസേവനം നടത്തുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ അത് ആശാ വർക്കർമാർ അതുപോലെ തന്നെ അംഗനവാടി വർക്കർമാർ അങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കുന്നവർക്കും അവർക്ക് പുണ്യപ്രവർത്തനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള പുരസ്കാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുള്ള ഈ മകരക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകാരണം തന്നെ ഇവർക്ക് വെച്ചടി കയറ്റം എന്ന് പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ള വാക്കുകൾ തീർച്ചയായും. നമസ്കാരം.